എല്ലാവരെയും ബഹുമാനിക്കലാണ്. എല്ലാവരെയും ഒരു മാലയിലെ മുത്തുമണികളെ പോലെ ചേർത്ത് നിർത്താൻ നമുക്ക് കഴിയണം. അങ്ങനെയുള്ള ഒരു നേതാവിനെയാണ് ഞാനും നിങ്ങളും തെരഞ്ഞെടുക്കേണ്ടത്. നമ്മുടെ നാടിന് ഗുണപ്പെടുന്ന, അല്ലാതെ എന്റെ വീടിന് മാത്രം അല്ലെങ്കിൽ എന്റെ കുടുംബത്തിൽ മാത്രം ഗുണം ചെയ്യുന്ന, ഉപകാരം ചെയ്യുന്ന ഒരാളെയല്ല. എനിക്ക് ഉപകാരമുണ്ട്, അല്ലെങ്കിൽ എന്റെ പാരമ്പര്യമുള്ള എന്റെ കുടുംബത്തിന് ഉപകാരമുണ്ട്, അങ്ങനെയുള്ള ഒരാളെയല്ല തെരഞ്ഞെടുക്കേണ്ടത്. മറിച്ച് അള്ളാഹുവിന്റെ സൃഷ്ടികളോട് ഭയം ചെയ്യുന്ന, അള്ളാഹുവിന്റെ സൃഷ്ടികളോട് കാരുണ്യം കാണിക്കുന്ന, എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറാൻ കഴിയുന്ന ഒരു നേതാവിനെയാണ് ഞാനും നിങ്ങളും തിരഞ്ഞെടുക്കേണ്ടത്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ നേതാവിലൂടെ ഈ നാട് നിർഭയത്വമുള്ള നാടായി മാറണം. ഇവിടെയുള്ള പള്ളികളെ സംരക്ഷിക്കപ്പെടണം, ഇവിടെയുള്ള അമ്പലങ്ങൾ സംരക്ഷിക്കപ്പെടണം, ഇവിടെയുള്ള ചർച്ചുകൾ സംരക്ഷിക്കപ്പെടണം, ഇവിടെയുള്ള വിദ്യാലയങ്ങളെ സംരക്ഷിക്കപ്പെടണം. ഓരോരുത്തരുടെയും കച്ചവട സാധനങ്ങളും സാമഗ്രികളും സംരക്ഷിക്കപ്പെടണം. ഒരാക്രമികളാലും ഒരിക്കലും ഒരാളും ഉപദ്രവിക്കപ്പെടാൻ പാടില്ല. ഇവിടെ അനീതി നടപ്പാക്കാൻ പാടില്ല. കൊടിയുടെ നിറം നോക്കിയിട്ട് മാത്രം നീതി നടപ്പാക്കാൻ പാടില്ല. അത് അനീതിയാണ്. അങ്ങനെയുള്ളവരെ, പൈസ തന്നിട്ട് വോട്ട് ചോദിക്കുന്നവരെ അവർ ഒരിക്കലും നീതി കാണിക്കാൻ അവർക്ക് കഴിയില്ല. പൈസ തന്നിട്ട്, അല്ലെങ്കിൽ 1 കിലോ അരി തന്നിട്ട്, 10 കിലോ അരി തന്നിട്ട്, 1 ചാക്ക് അരി തന്നിട്ട്, അല്ലെങ്കിൽ നമുക്ക് ഭക്ഷണ പൊതികൾ തന്നിട്ട് വോട്ട് ചോദിക്കുന്നവരെ നമ്മൾ അകറ്റി നിർത്തുക തന്നെ വേണം. അവർക്ക് ഒരിക്കലും നീതിയോടുകൂടി സമൂഹത്തിന്റെ മുന്നിൽ വർദ്ധിക്കാൻ കഴിയില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു കിറ്റ് തന്നിട്ട് വോട്ട് ചോദിക്കുന്നവർ, നിങ്ങളെ ഞങ്ങൾ സഹായിക്കും, ഇതേപോലെ കിറ്റ് തന്നിട്ട് ഇനി ഞങ്ങൾ സഹായിക്കും, ഞാൻ ആരെയും കുറ്റം പറയുന്നല്ലോ. അങ്ങനെ വരുന്നവരെ അകറ്റി നിർത്തേണ്ട കാരണം എന്തെന്നറിയോ? അവരുടെ ഉദ്ദേശം ജയിക്കൽ മാത്രമാണ്. അവരുടെ ഉദ്ദേശം ഒരു മെമ്പറാകൽ മാത്രമാണ്. അവരുടെ ഉദ്ദേശം താല്പര്യം ഒരു MLA മാത്രമാകലാണ്. മറിച്ച് സേവനമല്ല. സേവനമാണെങ്കിൽ നേരത്തെ എന്തുകൊണ്ട് ആ കിറ്റ് നമ്മുടെ മുന്നിലേക്ക് എത്തിയില്ല? എന്തുകൊണ്ട് ആ ഭക്ഷണ പൊതി നമ്മുടെ മുന്നിലേക്ക് എത്തിയില്ല? എന്തുകൊണ്ട് ആ പൈസ നേരത്തെ നമുക്ക് തന്നില്ല? ആവശ്യമുള്ളപ്പോൾ നമുക്ക് എന്തുകൊണ്ട് തന്നില്ല? ഞാൻ രോഗിയായി കിടന്നു, ആരും നോക്കാൻ വന്നില്ല. ഞാൻ വീടില്ലാതെ എത്രയോ ആളുകൊണ്ട് വാടകയ്ക്ക് കിടക്കുന്നു, ആരും നോക്കാൻ വന്നില്ല. ഒരു ബാത്റൂം ഇല്ലാതെ എത്രയോ നാളുകൊണ്ട് ഞാൻ പറമ്പത്ത് ഞാൻ വിസർജിക്കുന്നു, ആരും നോക്കാൻ വന്നില്ല. ഇപ്പോൾ വോട്ട് പിടിക്കാൻ വേണ്ടി മാത്രം ഒരാൾ 1000 രൂപ കൊണ്ട് തന്നാൽ അദ്ദേഹത്തിന് മാറ്റി നിർത്തണം. അല്ലാതെ 1000 രൂപ വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് തന്നെയാണെങ്കിൽ വോട്ട് ഉറപ്പിച്ചോളൂ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അത് ഞാനും കാണിക്കുന്ന അനീതിയാണ്. കാരണം അള്ളാന്റെ വിശുദ്ധ ഖുർആനാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല. അള്ളാന്റെ ഖുർആനാണ് കേട്ടോളൂ. വോട്ടെന്ന് പറഞ്ഞാൽ ഒരു ശുപാർശയാണ്. നമ്മുടെ ഓരോ വോട്ടും വിലപ്പെട്ടതാണ്. സ്വർണത്തിനേക്കാൾ വിലയാണ്, നമ്മുടെ വീടിനേക്കാൾ വിലയാണ്, ഈ നാടിനേക്കാൾ വിലയാണ്. നമ്മുടെ നാടിന്റെ ആചാരമാണ് വോട്ട് എന്ന് പറയുന്നത്. നമ്മുടെ രാജ്യത്തിന്റെ പ്രമാണമാണ് ഒരു വോട്ട് എന്ന് പറയുന്നത്. ആ വോട്ട് ചെയ്യുമ്പോ സഹോദരങ്ങളെ, നമ്മുടെ നാടിനെ അദ്ദേഹത്തിന് വേണ്ടി സമർപ്പിക്കുകയാണ്, നമ്മുടെ കുടുംബത്തിനെ സമർപ്പിക്കുകയാണ്, നമ്മുടെ മതത്തിനെ സമർപ്പിക്കുകയാണ്, ഒരു സമൂഹത്തിനെ മുഴുവനും ഒരാളുടെ മുമ്പിൽ നമ്മൾ സമർപ്പിക്കുകയാണ്. എന്നിട്ട് പറയുന്നു ഇദ്ദേഹത്തെ ജയിപ്പിക്കണം, നമ്മുടെ ശുപാർശയാണ്, നമ്മുടെ റെക്കമെൻഡാണ്. അങ്ങനെ റെക്കമെൻഡ് ചെയ്യുന്നവരെ കുറിച്ച് വിശുദ്ധമായ ഖുർആൻ പറയുന്നു, ആരാണോ നന്മയ്ക്ക് വേണ്ടിയിട്ട് ശുപാർശ ചെയ്യുന്നത്, ആ നന്മ ചെയ്യുന്നവൻ ആരാണോ അവന്റെ പ്രതിഫലം ഈ ശുപാർശ ചെയ്യുന്നവരും എത്തുമെന്ന് വിശുദ്ധമായ ഖുർആൻ. ഒരു നന്മ ചെയ്യുന്ന ആളിനെ ശുപാർശയോടുകൂടി, നമ്മുടെ റെക്കമെൻഡോടുകൂടി പൊതുപ്രവർത്തകനായി നമ്മൾ തിരഞ്ഞെടുക്കുകയാണ് എങ്കിൽ, പ്രിയപ്പെട്ടവരെ, ആ മനുഷ്യൻ എന്തെല്ലാം നന്മകൾ ഈ നാട്ടിൽ 5 വർഷം കൊണ്ട് ചെയ്യുന്നുവോ, ആ നന്മയുടെ ഒരു ഭാഗം
എല്ലാവരോടും നല്ല രീതിയിൽ ഇടപഴകുന്ന ഒരാളാണ്, നല്ല സ്നേഹമുള്ള ആളാണ്. അത് മുസ്ലിമാകട്ടെ അത് ബാക്കിക്കാരനായിക്കോട്ടെ. നമുക്ക് തോന്നണം അദ്ദേഹം നന്മയുള്ളവരാണ്, നാടിന് നന്മയ്ക്ക് വേണ്ടി മാത്രമേ പ്രവർത്തിക്കുള്ളൂ എന്ന് ബോധ്യമുണ്ട് എങ്കിൽ അദ്ദേഹത്തിനെ ജയിപ്പിക്കുകയും അതേപോലെ അദ്ദേഹം നന്മ ചെയ്യുകയും ചെയ്താൽ അദ്ദേഹം ആർക്കെല്ലാം നന്മ ചെയ്യുന്നുവോ ആ നന്മയുടെ പ്രതിഫലം ഈ വോട്ട് ചെയ്ത ശുപാർശ ചെയ്ത റെക്കമെൻഡ് ചെയ്ത എനിക്കും നിങ്ങൾക്കും കിട്ടുമെന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അദ്ദേഹം ഈ നാട് മുഴുവൻ ഈ വാർഡ് മുഴുവൻ എന്തെല്ലാം നന്മകൾ ചെയ്യുന്നു ആ നന്മയുടെ വിഹിതം ആർക്കും കിട്ടും വോട്ട് ചെയ്ത. കാരണം ഞാനാണ് റെക്കമെൻഡ് ചെയ്ത് അദ്ദേഹത്തിനെ ഒരു പ്രവർത്തകനാക്കിയത്, ഒരു മെമ്പറാക്കിയത്, ഒരു MLA ആക്കിയത്, ഒരു മന്ത്രിയാക്കിയത് എന്റെ വോട്ട് കൊണ്ടാണ്. അപ്പൊ അദ്ദേഹം എന്തെല്ലാം നന്മകൾ ചെയ്യുന്നുവോ അതിന്റെ എല്ലാം എന്തിന് സവാബ് എനിക്ക് കിട്ടും, ഉറപ്പാണ്. ومن يشفع شفاعة سيئة يكن له كفل منها. രണ്ടാമത് വീണ്ടും പറയുന്നു, ആരാണോ ഒരു വിവരദോഷിയെ, ഒരു പാപിയെ, ഒരു അക്രമിയെ, ഒരു അനീതി കാണിക്കുന്ന, അധർമ്മത്തിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളെ ശഫാഅത്ത് ചെയ്തുകൊണ്ട്, ശുപാർശ ചെയ്തുകൊണ്ട്, റെക്കമെൻഡ് ചെയ്തുകൊണ്ട് പൊതുപ്രവർത്തന രംഗത്തേക്ക് ഇറക്കുന്നത് അവനെല്ലാം അക്രമങ്ങളാണോ, അനീതിയാണോ, അഴിമതിയാണോ, കള്ളത്തരങ്ങളാണോ, എന്തെല്ലാം വഞ്ചനയാണോ ആ പൊതുപ്രവർത്തനത്തിലൂടെ അവൻ കാണിക്കുന്നത് അതിന്റെ ഒരു വിഹിതം ഓഹരി, ആ തെറ്റിന്റെ ഒരു ഓഹരി വോട്ട് ചെയ്ത് ജയിപ്പിച്ച എനിക്കും കിട്ടുമെന്ന് വിശുദ്ധ ഖുർആൻ